റിങ്കു 5 എത്ര ക്യാച്ച് എടുത്തത്? 4-5 ക്യാച്ചുകളാണ് എടുത്തത്. 5 ക്യാച്ചുകൾ പല ഭാഗത്തുനിന്നും. പിന്നെ അപ്പുറത്തടിച്ച അവിടെയും റിങ്കു, ഇപ്പുറത്തടിച്ച ഇവിടെയും റിങ്കു. അത് റോമാൻ പവൽ എടുക്കുന്ന ക്യാച്ച് സാധാരണ തൊട്ടടുത്ത പൊസിഷനിൽ ആളുണ്ടാവില്ല, പക്ഷെ ബോൾ പോയപ്പോഴേക്ക് റിങ്കു ഏതെങ്കിലും സാഹചര്യത്തിൽ പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായാലോ എന്ന് കരുതിയിട്ട് ഓടി വന്ന് അത് വാങ്ങിക്കുകയാണ്. ശരിക്കും ഈ മത്സരത്തിൽ ജയിക്കാൻ പിന്നെ ജയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്ന ഒറ്റൊരു മനുഷ്യൻ മാത്രമാണ് റിങ്കു സിംഗ്. വേറെ പിന്നെ അജിങ്ക്യ രഹാനെയൊക്കെ പിന്നെ പഴയതുപോലെ തന്നെ ആകെക്കൂടി പിന്നെ ടെൻഷനായിട്ട്. പിന്നെ നമ്മളെ ഇന്നലെ ഞാൻ തോറ്റ LSG ഒരാളെയും കൂടി നമ്മൾ പറയണം, മോഹ്സിൻ ഖാൻ 5 വിക്കറ്റ് നേടി. ഈ അജിങ്ക്യ രഹാനെ ഒരു സമയത്ത് മറ്റേ നമ്മൾ ഇന്നലെ മേലെടുത്ത് രാഘവൻ നായർ എന്ന് പറഞ്ഞിരുന്നു. ഇത് ഏതാണ്ട് അജിങ്ക്യ രഹാൻ അതിന്റെ അപ്പുറമുള്ള ടെൻഷനോട് കൂടി നിൽക്കുകയാണ്. സൂപ്പർ ഓവറിലേക്ക് വന്ന സമയത്തും സൂപ്പർ ഓവറിൽ ഇറങ്ങുന്നത് ആരാണ്? നിക്കോളാസ്. ഇതുപോലത്തെ ഒരു കോമഡി അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. പന്തറിയുന്നത് സുനിൽ നാരായൺ. അതെന്തായാലും സുനിൽ നാരായൺ തന്നെ ആയിരിക്കും. ഇതേ സുനിൽ നാരായൺ പിന്നെ സൂപ്പർ ഓവറിൽ മെയ്ഡൻ എറിഞ്ഞൊരു മനുഷ്യനാണ്. അതായത് 11 കൊല്ലം മുമ്പ് 12 കൊല്ലം മുമ്പ് ഇതേ നിക്കോളാസ് പൂരിനെതിരെ സൂപ്പർ ഓവർ എറിഞ്ഞ് മെയ്ഡൻ ഓവർ എറിഞ്ഞൊരു മനുഷ്യനാണ് സുനിൽ നാരായൺ. ഇത് നിക്കോളാസ് പൂരൻ എന്ന് പറഞ്ഞാൽ ഫോം ഔട്ടിന്റെ അത്രയും വലിയ രീതിയിലാണ് അദ്ദേഹം കഴിയുന്നത്. ഈ മത്സരത്തിൽ വേണമെങ്കിൽ മാർഷിനും പിന്നെ ഈവൻ എയ്ഡൻ മാർക്കമിനും ഇറങ്ങാമായിരുന്നു. എയ്ഡൻ മാർക്കമിനും സ്ട്രൈക്ക് നേടാമായിരുന്നു. അല്ലെങ്കിൽ ഷമിയത്തിന് ഇറക്കുകയാണെങ്കിൽ ഒരു 2 സിക്സെങ്കിലും അദ്ദേഹം അടിക്കുമായിരുന്നു. അല്ലെങ്കിൽ മറ്റേ പിന്നെ നമ്മുടെ പുതിയ കളിക്കാരുണ്ടല്ലോ മുകുൾ ചൗധരിനെ ഇറക്കുകയാണെങ്കിൽ കൂടി ഒരു 6 ഒക്കെ അടിക്കുമായിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ ഓപ്പണറായിട്ട് ഇറങ്ങുന്നത് ബോൾഡായി. ഫസ്റ്റ് ബോളിന് ബോൾഡായി. പിന്നെ ഋഷഭ് പന്തിന് തന്നെ ഇറങ്ങാമായിരുന്നു. അവിടെ കൃത്യമായിട്ടൊരു പാളിച്ച വന്നു. പിന്നെ ഒരു കാരണവശാലും നിക്കോളാസ് പൂരൻ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഹിറ്ററും മറ്റുമൊക്കെ തന്നെയാണ്. പക്ഷേ അദ്ദേഹം അവിടെ വന്ന സമയത്ത് ആക്ച്വലി കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിക്കോളാസ് പൂരൻ്റെ കളി കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? നമ്മളിപ്പം വേഷം സിനിമയിൽ മമ്മൂട്ടി കാര്യമില്ലാതെ താനൂർ ചക്കൊക്കെ പറഞ്ഞല്ലോ, താനൂർക്ക് പോയപ്പോൾ ചക്കൊക്കെ തമ്പാനൂർക്ക് പോയി, അവിടെ നോക്കും മാവിലായിപ്പോയി, അവിടെ ചെന്ന് നോക്കും മാവിലാണ് ചക്കൊക്കെ കഴിക്കാന്ന് പറയുന്ന ലൈനിലാണ്. എന്താണ് ഇദ്ദേഹം ചെയ്യുന്നതെന്ന് ഇദ്ദേഹത്തിന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലാണ് നിക്കോളാസ് പൂരൻ കടന്നു പോകുന്നത്. അദ്ദേഹം ഫസ്റ്റ് പന്തിൽ തന്നെ ഔട്ടാവുന്നു. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. റിങ്കു സിംഗ് വന്ന് പിന്നെ ബൗണ്ടറി അടിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ LSGക്ക് ഇപ്പൊ ഫ്രാഞ്ചൈസി ലീഗ് ഇല്ലാതായി കഴിഞ്ഞാൽ നിക്കോളാസ് പൂരിന് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. അതായത് ഈ ഷമീൻ ഇറങ്ങുകയാണെങ്കിൽ 2 സിക്സെങ്കിലും എങ്ങനെയെങ്കിലും ഒരു 6 ഒക്കെ കണക്ട് ചെയ്യായിരുന്നു. അപ്പം ജയിക്കണം എന്നൊരു താല്പര്യം ഇല്ലാത്ത 2 ടീമുകൾ. പക്ഷേ ഈ ടൂർണമെന്റിലെ ഏറ്റവും വാശിയേറിയ മത്സരവും അവിടെ നടന്നു എന്നുള്ളതാണ്. ഇതാണ് അടിവാരം ക്ലാസ്. അടിവാരം ക്ലാസിക്കോ. ഇതാണ് ഈ മത്സരത്തിലെ ആകെ തുക.